നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് വരുന്നത് കോട്ടൺ അക്കോബ ഫാബ്രിക്കിൽ താഴത്തെ ബോട്ടിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള മോഡൽ. ഫസ്റ്റ് കളർ ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ദുപ്പട്ട ഒരു ലീനൻ സെമി ലീനൻ ടൈപ്പ് ഫാബ്രിക്കിലാണ് ദുപ്പട്ട ചെയ്തേക്കുന്നത്. നല്ല രസമുള്ളൊരു ഫ്ലോറൽ പാറ്റേൺ ആണ്. ബോർഡറിനും ആ ഒരു പീച്ച് കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ബോട്ടം വരുന്നത് സാറ്റൻ സിൽക്കാണ്. അപ്പോൾ ടോപ്പ് മാത്രമാണ് കോട്ടൺ അക്കോബ ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് കേട്ടോ. ഇനി താഴത്തെ ബോർഡറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റും. നമ്പർ AK369, റേറ്റ് 1240 124. രണ്ടാമത്തെ ഷെയ്ഡ് നല്ലൊരു യെല്ലോ കളറാണ്. അത്യാവശ്യം തെളിച്ചുള്ള മസ്റ്റാർഡ് യെല്ലോയുടെ ടൈപ്പ് ഷെയ്ഡാണ്. ഇതാണ് ഡിസൈൻ വരുന്നത്. ഫുൾ അക്കോബ ഫ്രണ്ട് പോർഷനിലുണ്ട് കേട്ടോ. പിന്നെ താഴത്തെ ബോർഡറും ഒക്കെ നല്ല രസമാണ് കാണാൻ. നമ്മുടെ സാധാരണ വരുന്നേക്കാളും കുറച്ചുകൂടെ ആ ഒരു ഹെവി ബോർഡറൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒത്തിരി കോൺട്രാസ്റ്റും അല്ല. വൈറ്റ് കളർ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതാണ് ദുപ്പട്ട. നല്ല രസമുള്ളൊരു വെറൈറ്റി പാറ്റേൺ. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. നമ്പർ AK370, റേറ്റ് 1240. നല്ല ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ വർക്ക് താഴെ വരും കേട്ടോ. അപ്പം കറക്റ്റായിട്ട് നമ്മളിങ്ങനെ രണ്ട് സൈഡിലിട്ടാലും ആ വർക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. നമ്പർ AK371, റേറ്റ് 1240. നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതൊരു ഗ്രീൻ കളറാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ മോഡൽ സാധാരണ ഫ്രണ്ടിൽ മാത്രമല്ലേ വർക്ക് വരാറുള്ളൂ. പക്ഷേ ഇതിന് മൊത്തം രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. മൊത്തം ആ ഒരു അക്കോബ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം സാറ്റിൻ സിൽക്ക്. അതുകൊണ്ട് കുറച്ചൊരു കട്ടി കൂടുതൽ തോന്നി. ഞാൻ ലൈനിങ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ്. ബാക്ക് സൈഡിലും കൂടെ വർക്കുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല ഫിനിഷിംഗ് ഉള്ള അക്കോബ പാറ്റേൺ ആണ്. ഇത് താഴത്തെ ബോർഡർ, ഇത് ദുപ്പട്ട. നമ്പർ AK372, റേറ്റ് 1240.